കർമ്മഫലം ഇച്ഛിക്കാതെ അനിതര സാധാരണമായ തന്റേടത്തോടെ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്ന കുറെ വി.എൽ. ജോണിമാരാണ് സിപിഐയുടെ ഐശ്വര്യവും ആവേശവുമെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മുൻ റവന്യൂ മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ.പി. രാജേന്ദ്രൻ അവകാശപ്പെട്ടു. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് സിപിഐ നേതാവായിരുന്ന വി.എൽ. ജോണിയുടെ 13ാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടക്കാഞ്ചേരിയിൽ നടന്ന സിപിഐ ജില്ലാ സമ്മേളനം പ്രഖ്യാപിക്കുമ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വളരെ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ജോണിയേട്ടന് യാതൊരു ആശങ്കയുമില്ലായിരുന്നു. അതായിരുന്നു സഖാവ് വി.എൽ. ജോണി. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ലെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി വീറോടെ വാദിക്കാനും അത് നടപ്പിലാക്കുന്നതുവരെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിടാതെ പിന്തുടരാനും അദ്ദേഹം എന്നും മുന്നിലായിരുന്നുവെന്നും അനുസ്മരണ പ്രസംഗത്തിൽ കെ.പി. രാജേന്ദ്രൻ ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ 10 കൊല്ലമായി അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെ സഹായിക്കുന്നതിലും വലിയ കരുതൽ നൽകിയ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ഏറ്റവും അവസാനമായി കെട്ടിട തൊഴിലാളിക്കും ക്ഷേമ പെൻഷനും എല്ലാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ മൂലം പെൻഷൻ തടസ്സപ്പെടാതിരിക്കാൻ മുൻകൂട്ടി പ്രഖ്യാപിച്ചതിലൂടെ ഒരു സർക്കാരിന്റെ സാധാരണക്കാരോടുള്ള കരുതലാണ് വെളിവാകുന്നത്. ആ ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ ഭരണം ഇനിയും തുടരേണ്ടതുണ്ടെന്നും ആയതിനായി ഓരോരുത്തരും മുന്നിട്ടിറങ്ങി സ്വയം ജോണിയേട്ടന്മാരായി മാറണമെന്നും കെ.പി. രാജേന്ദ്രൻ തുടർന്നു പറഞ്ഞു. സിപിഐ മണ്ഡലം സെക്രട്ടറി എം.യു. കബീർ സ്വാഗതം പറഞ്ഞ അനുസ്മരണ യോഗത്തിന് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം.ആർ. സോമനാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ.എം. സതീശൻ, മണ്ഡലം കമ്മിറ്റി അംഗവും തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇ.എൻ. ശശി, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം.എ. വേലായുധൻ, കെ.കെ. ചന്ദ്രൻ, വടക്കാഞ്ചേരി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല മോഹൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു, എ.ഐ.ടി.യു.സി മണ്ഡലം സെക്രട്ടറി പി.വി. സുധീർ എന്നിവർ അഭിവാദ്യം ചെയ്തു. ലോക്കൽ സെക്രട്ടറി സി.വി. പൗലോസ് നന്ദി പറഞ്ഞു.